അധ്യായം 6. വാല്യൂ 4. ഒരു നെറ്റ്വർക്കിന്റെ മൂല്യം എന്താണ്? 1974 ഹവായിലെ സിറോക്സ് കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് സിറോക്സ് ടെലികോപ്പിയർ എന്നൊരു പ്രോഡക്റ്റ് വിൽക്കുന്നതിൽ എനിക്ക് കുറേയധികം ബുദ്ധിമുട്ടേണ്ടതായി വന്നു. അതൊരു പുതിയ പ്രോഡക്റ്റ് ആണ് എന്നായിരുന്നു ബുദ്ധിമുട്ട്. ഇതൊരു പുതിയ പ്രോഡക്റ്റ് ആണ് എന്നത് മാത്രമായിരുന്നില്ല പ്രശ്നം. മറ്റാർക്ക് ഇതുണ്ട് എന്ന് സാധാരണയായി നേരിടേണ്ടി വന്ന ചോദ്യം എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ടെലികോപ്പിയർ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലായിരുന്നു. ടെലികോപ്പിയറിന്റെ ഒരു നെറ്റ്വർക്ക്. ഇന്നത്തെ ആളുകളിൽ നല്ലൊരു ഭാഗവും ടെലികോപ്പിയറിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. എന്നാൽ നല്ലൊരു ഭാഗം ആളുകളും ഫാക്സ് മെഷീനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഫാക്സ് മെഷീൻ ഉപയോഗിച്ചു തുടങ്ങിയതോടെ ടെലികോപ്പിയറിന്റെ മൂല്യം വർദ്ധിച്ചു തുടങ്ങി. വിൽപ്പന കൂടുതൽ എളുപ്പമായി. ഈ പുതിയ മെഷീൻ വിൽക്കാനായി ഞാൻ 4 വർഷത്തോളം കഷ്ടപ്പെട്ടു. ഇവയെന്താണെന്നും ബിസിനസിന് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നും വിശദീകരിക്കാൻ ഞാനേറെ കഷ്ടപ്പെട്ടു. ഇന്ന് എല്ലാ ബിസിനസ്സിലും മിക്ക വീടുകളിലും ഇതുണ്ട്. ഇന്ന് ഒരു ടെലികോപ്പിയറിന്റെ ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ മണിക്കൂറുകൾ ചെലവഴിക്കുന്നതിന് പകരം ആളുകൾ അവരവർക്കാവശ്യമുള്ള മോഡലുകൾ തിരഞ്ഞെടുക്കുന്നു. ഈ മെഷീൻ എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ച് ഒരു വിശദീകരണം നൽകിയാൽ മതി. അതായത് ഒരു ടെലികോപ്പിയറിന്റെ അല്ലെങ്കിൽ ഒരു ഫാക്സ് മെഷീന്റെ മൂല്യം വർദ്ധിച്ചത് അവിടെ ഒരു നെറ്റ്വർക്ക് രൂപപ്പെട്ടപ്പോഴാണ് എന്ന് കാണാം. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ ഒരു നെറ്റ്വർക്കിന്റെ ശക്തി അല്ലെങ്കിൽ മൂല്യത്തെക്കുറിച്ചായത്. മെറ്റ്കാഫ് നിയമം. ഇആനെറ്റിന്റെ സൃഷ്ടാവാണ് റോബർട്ട് മെറ്റ്കാഫ്. അടുത്തിടെ അദ്ദേഹം ത്രീകോം കോർപ്പ് എന്നൊരു കമ്പനി സ്ഥാപിച്ചിരുന്നു. മെറ്റ്കാഫ് ലോയുടെ ഉപജ്ഞാതാവ് കൂടിയാണ് അദ്ദേഹം. അത് ഒരു നെറ്റ്വർക്കിന്റെ സാമ്പത്തിക മൂല്യം സമം ഉപഭോക്താക്കളുടെ എണ്ണം. ഒരു നെറ്റ്വർക്കിന്റെ സാമ്പത്തിക മൂല്യം സമം ഉപഭോക്താക്കളുടെ എണ്ണം. ലളിതമായി പറഞ്ഞാൽ ലോകത്ത് ഒരൊറ്റ ടെലിഫോൺ മാത്രമാണ് ഉള്ളതെങ്കിൽ അതിന് യാതൊരു മൂല്യവുമില്ല. എന്നാൽ എപ്പോൾ അവിടെ 2 ടെലിഫോണുകൾ ഉണ്ടാകുന്നുവോ? മെറ്റ്കാഫ് നിയമം അനുസരിച്ച് ഫോൺ നെറ്റ്വർക്കിന്റെ സാമ്പത്തിക മൂല്യം ചുരുക്കത്തിൽ നിന്ന് 2ലേക്കോ 4ലേക്കോ ഉയരുന്നു. മൂന്നാമത്തെ ഫോൺ കൂടി ചേർത്താൽ നെറ്റ്വർക്കിന്റെ മൂല്യം 9 ആയി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിന്റെ സാമ്പത്തിക മൂല്യം ക്രമാതീതമായിട്ടാണ് വർദ്ധിക്കുന്നത്, അല്ലാതെ ഗണിതശാസ്ത്രപരമായിട്ടല്ലേ. നെറ്റ്വർക്കിന്റെ സാമ്പത്തിക മൂല്യം ക്രമാതീതമായിട്ടാണ് വർദ്ധിക്കുന്നത്, അല്ലാതെ ഗണിതശാസ്ത്രപരമായിട്ടല്ലേ. ജോൺ വെയ്ൻ എന്ന ബിസിനസ്സുകാരൻ. എന്റെ പിതാവിന്റെ തലമുറയിൽ വിജയത്തിന്റെ റോൾ മോഡലായിരുന്നു ജോൺ വെയ്ൻ. ജോലി ചെയ്തു തീർക്കാൻ മറ്റാർക്ക് കഴിയില്ലെന്ന് കരുതുന്ന പരുക്കനായ മനുഷ്യനായിരുന്നു ജോൺ വെയ്ൻ. എന്തിന്, സ്ത്രീകളോടുള്ള ജോൺ വെയ്ൻ പെരുമാറ്റം പോലും ഞാൻ ടാസൻ നീ ജെയിൻ എന്നുള്ള സ്റ്റീരിയോ ടൈപ്പ് ബന്ധം കണക്കായിരുന്നു. അക്കാലത്തെ ലീവ് ഇറ്റ് ടു ബീവർ എന്ന ടെലിവിഷൻ പ്രോഗ്രാം പോലും ബീവറിന്റെ പിതാവായ വാർഡ് ക്ലീവർ ജോലിക്ക് പോകുമ്പോൾ ബീവറിന്റെ മാതാവ് തൂൺ ക്ലീവർ ഉത്തരവാദിത്തമുള്ള ഭാര്യയായി വീട്ടിലെ പാചകവും വൃത്തിയാക്കലും എല്ലാം ചെയ്യുകയും മാസാമാസം ശമ്പളവുമായി വരുന്ന ഭർത്താവിനെ കാത്തിരിക്കുകയും ചെയ്യുന്നു. 1950കളിലെ ചലച്ചിത്രങ്ങളിൽ നിന്നും ടെലിവിഷനുകളിൽ നിന്നും ധാരാളം കാര്യങ്ങളിൽ മാറ്റമുണ്ടായി. എന്നാൽ ആ കാലഘട്ടത്തിലെ പഴയ പല ബിസിനസ് ആശയങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്നും ആളുകൾ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, ഞാൻ ബിസിനസ് ചെയ്യാൻ പോവുക, ഞാനിത് സ്വന്തമായി ചെയ്യും എന്നൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആശയത്തിൽ ഇത് നടപ്പിലാക്കുന്നത് ബിസിനസ്സിലേക്ക് പ്രവേശിക്കുന്ന ജോൺ വെയ്ൻ ആശയം പോലെയാണ്. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ആളുകൾ അവരുടെ കാര്യങ്ങൾക്കായി ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അവർ ക്വാഡ്രന്റ് എന്ന് പറയുന്നത് പരുക്കന്മാരായ ആളുകളുടെ സ്ഥലമാണ്. ബിസിനസ്സിലെ ജോൺ വെയ്ൻ ക്വാഡ്രന്റ്. ഫ്രാഞ്ചൈസി ഒരു നെറ്റ്വർക്കാണ്. 1950കളിൽ ഫ്രാഞ്ചൈസികൾ എന്ന പേരുള്ള ഒരു പുതിയ ബിസിനസ് മോഡൽ ഉയർന്നുവന്നു. മക്ഡൊണാൾഡ്സ്, വെൻഡീസ് എന്നിവ ഇതിന് പ്രസ്തുതമായ ഉദാഹരണങ്ങളാണ്. ഇന്ന് ഫ്രാഞ്ചൈസികൾക്ക് നല്ല സ്വീകാര്യതയാണ് ഉള്ളത്. എന്നാൽ 1950കളിൽ പല പഴയ ബിസിനസ്സുകാരും ജോൺ വെയ്ൻ ബിസിനസ്സിൽ ഉൾപ്പെട്ടവർ ഫ്രാഞ്ചൈസികളെ വിമർശിച്ചിരുന്നു. അവ നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ ലോകമെമ്പാടും സഞ്ചരിക്കുമ്പോൾ പ്രശസ്ത ഫ്രാഞ്ചൈസികളായ മക്ഡൊണാൾഡ്സിനെ ബെയ്ജിംഗിലും സൌത്ത് ആഫ്രിക്കയിലും വളരെ റിമോട്ട് സ്ഥലങ്ങളിലും കാണാറുണ്ട്. ഇന്ന് ലോകമെമ്പാടും ഫ്രാഞ്ചൈസികളാണ്. ലളിതമായി പറഞ്ഞാൽ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് ഒരുതരം ബിസിനസ് നെറ്റ്വർക്കാണ്. നിരവധി ബിസിനസ് ഉടമസ്ഥർ ഒരേപോലെ ജോലി ചെയ്യുന്നു. സ്വന്തമായി ഒരു ഹാംബർഗർ സ്റ്റാൻഡ് ഉള്ള ഒരു വ്യക്തിയേക്കാൾ ശക്തി ഒരു മക്ഡൊണാൾഡ് ഫ്രാഞ്ചൈസി ഉടമയ്ക്കുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പരുക്കനായ വ്യക്തിയുടെ സ്വതന്ത്രമായ ഹാംബർഗർ സ്റ്റാൻഡിന് സമീപം മക്ഡൊണാൾഡ്സ് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ ജോൺ വെയ്ൻ എത്ര നല്ല ബർഗർ ഉണ്ടാക്കിയാലും അവർ ബിസിനസ്സിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യത കൂടുതലാണ്. ഏതൊരു പുതിയ ബിസിനസ് സംരംഭത്തിലും നിരവധി ഫ്രാഞ്ചൈസികൾ ഉണ്ടാകുന്നതുവരെ ആദ്യത്തെ ഫ്രാഞ്ചൈസിക്ക് മൂല്യമുണ്ടാകില്ല. ആദ്യത്തെ മെയിൽ ബോക്സ് കണ്ട് അതെന്താണെന്ന് അമ്പരന്ന കാര്യം ഞാൻ ഓർക്കുന്നു. പെട്ടെന്ന് കൂടുതൽ ഫ്രാഞ്ചൈസികൾ നൽകി കമ്പനി വൻ വളർച്ച കൈവരിച്ചു. സ്റ്റാർബക്സിന്റെ കാര്യത്തിലും ഇത് ശരിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് സീറ്റിലിൽ കോഫി കാർട്സ് എന്ന തമാശ നിറഞ്ഞ പേരുമായി ഒരു ചെറിയ കോഫി കമ്പനി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. ഇന്ന് ഞാൻ പോകുന്നിടത്തെല്ലാം സ്റ്റാർബക്സിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ന്യൂയോർക്കിൽ ഏത് കോണിലും സ്റ്റാർബക്സ് ആണ്. എന്നാൽ ഈ അനുപമായ വിജയത്തിന്റെ പ്രാഥമിക പടി കമ്പനിയുടെ സ്വന്തം കടകളായിരുന്നു, അല്ലാതെ ഫ്രാഞ്ചൈസികളായിരുന്നില്ല. മെറ്റ്കാഫ് നിയമത്തിന്റെ മറ്റൊരു ഉദാഹരണം. എന്റെ അയൽപ്പക്കത്ത് ചെറിയ ഒരു പാക്കേജിംഗ് മെയിൽ ഷോപ്പ് ഉണ്ടായിരുന്നു.
എന്നാൽ മെയിൽ ബോക്സിന്റെ വരവോടെ ഇവർ ബിസിനസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഫ്രാഞ്ചൈസിയായി തുറക്കുന്നത് ഒരേ ഷോപ്പിംഗ് സെന്ററുകൾ തന്നെയാണ്. ഇതേ കാര്യം ഒരു ചെറിയ കോഫി ഷോപ്പ് ഉടമയ്ക്കും സംഭവിക്കാം. ചെറിയ കോഫി ഷോപ്പ് ഉടമയുടെ കോഫി മികച്ചതാണെങ്കിലും അയാൾ സ്റ്റാർബക്സിനോട് പരാജയപ്പെട്ടേക്കാം. വീണ്ടും പരുക്കനായ വ്യക്തി പരാജയപ്പെടുന്നത് ഒരു നെറ്റ്വർക്കിന്റെ സമീപത്താണ്. രണ്ടാമത്തെ തരം നെറ്റ്വർക്ക് ബിസിനസ്. 1970കളിൽ മറ്റൊരു തരം നെറ്റ്വർക്ക് ബിസിനസ് ഉദയം ചെയ്തു. ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നറിയപ്പെടുന്ന ഈ നെറ്റ്വർക്ക് ബിസിനസിനെ കുറിച്ചാണ് ഈ ബുക്കിൽ പറയുന്നത്. ഫ്രാഞ്ചൈസി ബിസിനസ്സുകൾക്ക് പകരം ഇവിടെ ഫ്രാഞ്ചൈസി വ്യക്തികളാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വ്യക്തിപരമായ ഫ്രാഞ്ചൈസികൾ. ഈ ബിസിനസ് ജനപ്രിയമാവുകയും ധാരാളം ആളുകൾ ഇതിൽ ചേരുകയും ചെയ്തതോടെ ഇത് വിമർശിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഇത്രയധികം വിമർശനങ്ങളുണ്ടായിട്ടും ഫ്രാഞ്ചൈസി ബിസിനസ്സുകളെക്കാളും പരമ്പരാഗത വലിയ ബിസിനസ്സുകളെക്കാളും വേഗത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വ്യവസായം വളർച്ച രേഖപ്പെടുത്തുന്നു. ഭൂരിഭാഗം കേസുകളിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു അദൃശ്യ ബിസിനസ് ആയതിനാലാകണം അതിന്റെ പെട്ടെന്നുള്ള വളർച്ച ആളുകൾക്ക് കാണാൻ സാധിക്കാത്തത്. മക്ഡൊണാൾഡ്സിൽ നിന്നും സ്റ്റാർബക്സിൽ നിന്നും വ്യത്യസ്തമായി മിക്കവാറും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സുകൾ പ്രവർത്തിക്കുന്നത്. അതിലെല്ലാം ഉപരിയായി വിജയകരമായി പ്രവർത്തിക്കുന്ന പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫ്രാഞ്ചൈസികളും മിക്കവാറും ഫ്രാഞ്ചൈസികളെക്കാളും കൂടുതൽ പണമുണ്ടാക്കുന്നുണ്ട്. വലിയ ബിസിനസ്സുകൾ ഇപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിലാണ്. ഈ ബുക്കിന്റെ തുടക്കത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വഴി വിതരണം ചെയ്യുന്ന ഒരു കൂട്ടം ഉത്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പേര് നൽകിയിരുന്നു. നിയമ സേവനങ്ങൾ, നികുതി സേവനങ്ങൾ, ടെലിഫോൺ സേവനങ്ങൾ, കോസ്മെറ്റിക്കുകൾ, വിറ്റാമിനുകൾ, വസ്ത്രങ്ങൾ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയവയായിരുന്നു അവ. എന്റെ മനസ്സ് തുറന്നതിനുശേഷം ഞാൻ കണ്ടെത്തിയ അത്ഭുതകരമായ കാര്യം പ്രധാന കോർപ്പറേഷനുകളായ സിറ്റി ബാങ്ക്, AOL ടൈം വാർണർ, ബെർക്ക്ഷയർ ഹാത്തവേ എന്നിവയ്ക്കെല്ലാം നെറ്റ്വർക്ക് ബിസിനസ് പ്രവർത്തനങ്ങളുണ്ട്. മനസ്സ് തുറന്നതിനുശേഷം ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യാത്തവരുടെ വിമർശനങ്ങളായിരുന്നു. ശരിക്കും ഇതൊരു വിർച്വൽ ബിസിനസ് ആയിരുന്നതിനാൽ എനിക്കത് കാണാനായി സാധിച്ചിരുന്നില്ല. അദൃശ്യമായ ബിസിനസ് ആയതിനാൽ എനിക്കിതിന്റെ വളർച്ച കാണാൻ സാധിച്ചില്ല. പഴയതരം ബിസിനസ് ആളുകളുടെ പരാതി മാത്രമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഈ വ്യവസായം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം മെറ്റ്കാഫ് നിയമമാണ്. മെറ്റ്കാഫ് നിയമത്തിന്റെ ശക്തി പരമാവധി പ്രയോജനപ്പെടുത്തുക. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും പോലുള്ള ശരാശരി വ്യക്തികൾക്കും മെറ്റ്കാഫ് നിയമത്തിന്റെ ശക്തി ലഭ്യമാകുമെന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ഇത് അനുസരിക്കാൻ തയ്യാറാകണം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുമായി അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ല തുടക്കം ലഭിക്കുകയും നിയമത്തിന്റെ തത്വങ്ങൾ പിന്തുടരുകയും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ശക്തി പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല. ഇത് നിങ്ങൾ ടെലിഫോൺ വാങ്ങുകയും നിങ്ങൾക്ക് മാത്രം ടെലിഫോൺ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. നിങ്ങളെപ്പോലെ ഒരാളെ അനുകരിക്കുകയോ പകർത്തുകയോ ചെയ്യുകയാണ് നിങ്ങളുടെ ജോലി. ആ ശക്തി പ്രയോജനത്തിൽ വരുത്തണമെങ്കിൽ നിങ്ങളെപ്പോലെ മറ്റൊരാളെ അനുകരിക്കുകയോ പകർത്തുകയോ ചെയ്യുക. എപ്പോൾ നിങ്ങൾ 2 പേരാകുന്നോ അന്ന് നിങ്ങളുടെ സാമ്പത്തിക മൂല്യം ഇരട്ടിയാകുന്നു. നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ മൂല്യം 0 നിന്ന് 4 ആയി മാറുന്നു. നിങ്ങൾ 3 പേരാകുമ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ മൂല്യം 4 നിന്ന് 9 ആകുന്നു. നിങ്ങൾ 2 പേരും ഈ 2 പേരെ കൂടി ചേർക്കുമ്പോൾ നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ മൂല്യം റോക്കറ്റ് കണക്ക് കുതിക്കുന്നു. ഗണിതപരമായി വർദ്ധിക്കുന്നതിന് പകരം നിങ്ങളുടെ സാമ്പത്തിക മൂല്യം ക്രമാതീതമായിട്ടാണ് വർദ്ധിക്കുന്നത്. ഇതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസിന്റെ ശക്തിയും മൂല്യവും. കാലം കഴിയും തോറും ഒരു വിജയിച്ച നെറ്റ്വർക്കറിന് ഡോക്ടർമാർ, വക്കീലന്മാർ, അക്കൌണ്ടന്മാർ, മറ്റ് റെഗഡ് വ്യക്തികൾ എന്നിവരെക്കാൾ കൂടുതൽ സമ്പാദിക്കാനുള്ള കഴിവുണ്ടായിവരും. വ്യത്യാസവും ശക്തിയും മെറ്റ്കാഫ് നിയമമനുസരിച്ച് വിശദീകരിക്കാൻ സാധിക്കും. ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പ്രധാനപ്പെട്ട മൂല്യമാണിത്. മുൻ അധ്യായങ്ങളിൽ പുതിയ സുഹൃത്തുക്കളുടെ ആവശ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ അവരിൽ കുറച്ചു സമയം ഇൻവെസ്റ്റ് ചെയ്യുകയും അവരോട് ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റിനെക്കുറിച്ച് പറയുകയും ചെയ്യുക. ഏത് ക്വാഡ്രന്റിലാണ് അവർ അവരുടെ സമയം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുക. അവരോട് മെറ്റ്കാഫ് നിയമത്തിന്റെ ശക്തിയെക്കുറിച്ച് വിശദീകരിക്കുക. നിങ്ങൾ അവതരിപ്പിക്കുന്ന ബിസിനസ് അവസരം അതേപടി സ്വീകരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. വെർച്വലും അദൃശ്യവും ആയതിനാൽ ഇതിന്റെ വളർച്ച നേരിട്ട് കാണാൻ സാധിക്കില്ലെങ്കിലും ലോകത്ത് ഇന്ന് ഏറ്റവും വേഗത്തിൽ വളരുന്ന ബിസിനസ് മാതൃകയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് എന്നുവെച്ചാൽ നിങ്ങൾ പോകുന്ന അതേ ദിശയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയതും പഴയതുമായ സുഹൃത്തുക്കളെ അന്വേഷിക്കുക എന്നാണ്. ഒരു ഗണിതക്രിയ ചെയ്യുന്നതുപോലെ ഇതിനെ നോക്കിക്കാണുക. നിങ്ങൾ 10 പേരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ 10 പുതിയ സുഹൃത്തുക്കളാണ് വന്നത്. നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ മൂല്യം ഇപ്പോൾ 100 ആണ്, അല്ലാതെ 10 അല്ല. ഈ 10 പേരും 10 പുതിയ ആളുകളെ കൊണ്ടുവരുന്നു എന്ന് കരുതുക. നിങ്ങളുടെ ബിസിനസിന്റെ മൂല്യം സ്ഫോടനാത്മകമാകുന്നു. ഈ ബുക്കിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 1970കളിൽ ഞാനാദ്യമായി നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെക്കുറിച്ച് കേൾക്കുമ്പോൾ എന്റെ മനസ്സ് അടഞ്ഞിരിക്കുകയായിരുന്നു. എന്റെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്റെ മുന്നിലുണ്ടായിരുന്ന ബിസിനസ് അവസരം തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. ഇന്ന് എനിക്ക് വെളിച്ചം കാണാൻ സാധിച്ചിരുന്നില്ല. ഇന്ന് എനിക്ക് വെളിച്ചം കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരിക്കൽ കൂടി ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞാൻ പഴഞ്ചൻ ബിസിനസ് രീതികൾ ഉപേക്ഷിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ആരംഭിക്കും. കുറഞ്ഞ ചെലവ്, മികച്ച ആശയം.
ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ആരംഭിക്കുന്നതിന് പകരം ഞാൻ ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവാക്കുകയും ചിലപ്പോൾ ദശലക്ഷക്കണക്കിന് ഡോളർ നഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പഴഞ്ചൻ രീതിയിലുള്ള ബിസിനസ് കെട്ടിപ്പടുത്തു. എന്റെ യാത്രയിൽ എനിക്ക് നിരാശയില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു പഴഞ്ചൻ ബിസിനസ് ആരംഭിക്കാമെന്ന അതുകൊണ്ടുതന്നെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ആരംഭിക്കുന്നതാണ് ബുദ്ധിയെന്ന് ആളുകൾ മനസ്സിലാക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് പഴയ ശൈലിയിൽ ബിസിനസ് ചെയ്യാൻ നിങ്ങളുടെ പക്കൽ ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവാക്കി നിങ്ങൾക്കൊരു ഫ്രാഞ്ചൈസി വാങ്ങാൻ കഴിവില്ലെങ്കിലോ പ്രവേശത്തിന് വളരെ ചെലവ് കുറവും മികച്ച പരിശീലന പരിപാടികളുമുള്ള ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ചേരുക മികച്ച ആശയമാണ്. ലോകത്താകമാനം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ഒരു സ്ഫോടനാത്മകമായ നിലയിലാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ മനസ്സ് തുറന്നു നോക്കുകയാണ്. നിങ്ങൾക്കത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. ഇവിടെ നിങ്ങളെ വരവേൽക്കാൻ സുവർണ കവാടങ്ങളോ അപ്സരസുകളോ ഇല്ല. ലോകത്താകമാനം മികച്ച നിലയിൽ മുന്നേറുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് വളരെ കുറച്ച് പേർക്ക് മാത്രമേ കാണാൻ സാധിക്കൂ. നെറ്റ്വർക്കിംഗിന്റെ ഭാവി. ബിസിനസ് വളരെയേറെ വളർന്നുകഴിഞ്ഞെങ്കിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പ്രവേശിക്കാനുള്ള സമയം ഇതാണ്. എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്? വ്യാവസായിക യുഗം കഴിഞ്ഞെന്നും നമ്മൾ ഇൻഫർമേഷൻ യുഗത്തിലേക്ക് ഔദ്യോഗികമായി പ്രവേശിച്ചു കഴിയുകയും ചെയ്തുവെന്ന ആശയം ലോകം സ്വീകരിച്ചു കഴിഞ്ഞു. ജനറൽ ഇലക്ട്രിക്, ഫോർഡ് മോട്ടോർ കമ്പനി എന്നിവയൊക്കെ വ്യാവസായിക യുഗത്തിലെ ബിസിനസ്സുകളായിരുന്നു. മക്ഡൊണാൾഡ്സ് പോലുള്ള വ്യാവസായിക യുഗത്തിനും ഇൻഫർമേഷൻ യുഗത്തിനുമിടയിലുള്ള ട്രാൻസിഷൻ ബിസിനസ് ആയിരുന്നു. എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് പൂർണ്ണമായും ഇൻഫർമേഷൻ യുഗത്തിലെ ഫ്രാഞ്ചൈസികളാണ്. കാരണം ഭൂരിഭാഗം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സുകളും പ്രവർത്തിക്കുന്നത് ഭൂമി, ഫാക്ടറി, തൊഴിലാളികൾ എന്നിവയില്ലാതെ പൂർണ്ണമായും ഇൻഫർമേഷനുകളുടെ അടിസ്ഥാനത്തിലാണ്. ഞാനൊരു കുട്ടിയായിരിക്കുമ്പോൾ എന്റെ മാതാപിതാക്കൾ എപ്പോഴും പറയുമായിരുന്നു, സ്കൂളിൽ പോയി നന്നായി പഠിച്ച് മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നല്ല ശമ്പളവും ആനുകൂല്യങ്ങളുമുള്ള ജോലി ലഭിക്കൂ എന്നിത് വ്യാവസായിക യുഗത്തിലെ ചിന്താരീതിയുടെ ഉത്തമ മാതൃകയാണ്. എന്റെ മാതാപിതാക്കൾ ജോലി സുരക്ഷ, കമ്പനി പെൻഷൻ, മെഡിക്കൽ കെയർ, ഗവൺമെന്റിന്റെ സോഷ്യൽ സെക്യൂരിറ്റി, മെഡിക്കൽ കെയർ എന്നിവയിലാണ് ശരിക്കും വിശ്വസിച്ചിരുന്നത്. ഇവയെല്ലാം വ്യാവസായിക യുഗത്തിലെ പഴഞ്ചൻ ആശയങ്ങളാണ്. ജോലി സുരക്ഷയെന്നത് ഒരു തമാശയാണ് എന്ന് നമുക്കെല്ലാം ഇന്നറിയാം. ഒരു കമ്പനിയിൽ തന്നെ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യുക എന്നുള്ളത് പലരെയും സംബന്ധിച്ച് യാഥാർത്ഥ്യമല്ല. അപകടസാധ്യതയുള്ള ഓഹരികളിലും മ്യൂച്വൽ ഫണ്ടിലും നിക്ഷേപിക്കുന്ന റിട്ടയർമെന്റ് പ്ലാനുകൾ വന്നതോടെ റിട്ടയർമെന്റ് സെക്യൂരിറ്റിയും ഒരു തമാശയായി മാറി. പണ്ട് തങ്ങളുടെ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന സാമ്പത്തിക സുരക്ഷിതത്വത്തിനുള്ള പുതിയ ആശയങ്ങളും സംവിധാനങ്ങളുമാണ് ഇന്ന് ആളുകൾക്ക് ആവശ്യം. ഇതിനുള്ള ഒരേയൊരു ഉത്തരം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. ധാരാളം പേർക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്. ഭൂരിഭാഗവും സെപ്റ്റംബർ 11 ആക്രമണത്തിനും ഓഹരി വിപണിയിലെ തകർച്ചയ്ക്ക് ശേഷവും സുരക്ഷ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് പുതിയ ഉത്തരമെന്ന് പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലോകത്താകമാനമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വവും ജീവിതത്തിൽ നിയന്ത്രണവും കൊണ്ടുവരാനുള്ള അവസരം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വ്യവസായം വളരുന്നുണ്ടെന്ന് പഴയ ലോക ചിന്തകർ കാണാൻ പരാജയപ്പെട്ടെങ്കിലും അത് വളർന്നുകൊണ്ടിരിക്കുന്നത്. സംഗ്രഹം. വർഷങ്ങൾക്ക് മുമ്പ് സെയിൽസ്മാൻ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് ഫാക്സ് മെഷീനുകൾ എന്നറിയപ്പെടുന്ന ടെലികോപ്പിയർ വിൽക്കാൻ ഞാനേറെ പ്രയാസപ്പെട്ടിരുന്നു. കാരണം വളരെ കുറച്ചുപേർക്ക് മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ. ആളുകൾ കൂടുന്നതിന് അനുസരിച്ച് വിൽപ്പന കൂടുതൽ എളുപ്പമായി വന്നു. കൂടുതൽ ഫാക്സ് മെഷീനുകൾ വരുന്നതിനനുസരിച്ച് അവയുടെ മൂല്യവും വർദ്ധിച്ചു വന്നു. ഇതാണ് മെറ്റ്കാഫ്ലോയുടെ ശക്തി. ഇന്ന് ഇതേ ബുദ്ധിമുട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന ആശയം വിൽക്കുമ്പോഴും ഉണ്ടാകാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ധാരാളം പേർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ ചിരിച്ചിരുന്നു. പലരും ഈ മേഖലയെക്കുറിച്ച് മോശമായി മാത്രം പറഞ്ഞിരുന്നതുകൊണ്ട് ചീത്തപ്പേര് കിട്ടി. ഞാനും അത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ഇന്ന് ലോകത്തെ എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഭാവി കൂടുതൽ ശോഭനമായിരിക്കുന്നു. നേരത്തെ പറഞ്ഞപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പല പ്രധാനപ്പെട്ട കോർപ്പറേഷനുകൾക്കും ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡിവിഷനുകളുണ്ട്. നിലവിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു മുൻനിര ബിസിനസ്സായി മാറിക്കഴിഞ്ഞു. എന്നാൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അത് മനസ്സിലാക്കുന്നുള്ളൂ. നിങ്ങളുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകർക്കുമെന്നും ഇതിന്റെ അവസരമം കാണാൻ സാധിച്ചെന്ന് വരികയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സ് തുറന്നു നോക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് മെറ്റ്കാഫ് നിയമത്തിന്റെ ശക്തി കാണാനായി സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള നെറ്റ്വർക്കുകളുടെ ശക്തി കാണാനായി സാധിക്കും. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളുടെ ശക്തി ഞാൻ ഉപയോഗപ്പെടുത്തും എന്ന് പറയുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരേയൊരു കാര്യം. അടുത്ത മൂല്യം. അടുത്ത അധ്യായത്തിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു യാഥാർത്ഥ ബിസിനസ് ലോകത്ത് വിജയിക്കാൻ ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ബിസിനസ് കഴിവിനെക്കുറിച്ചാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ വിലയേറിയ കഴിവിനെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ്. ഈ കഴിവാകട്ടെ നിങ്ങളുടെ ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനായി ഉപയോഗിക്കാവുന്നതാണ്.